ഹായ് ഗൈസ്, ഹൗ ആർ യു? എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്, ഞാൻ ഇതിന് മുൻപ് ഫ്രീ ആപ്പ് എന്ന ആപ്പിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്രീ ആപ്പ് എന്ന ആപ്പ് എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉപയോഗിച്ചതോ അല്ലെങ്കിൽ പുതിയതോ ആയിട്ടുള്ള എന്ത് സാധനം നിങ്ങൾക്ക് ഈ ആപ്പിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ ആ വീഡിയോസ് കുറച്ചധികം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പിൽ ഒരു ഓർഡർ കിട്ടിയാൽ അത് എങ്ങനെ നല്ല രീതിയിൽ പാക്ക് ചെയ്യാം, എങ്ങനെ കൊറിയറായിട്ട് അയക്കാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ആപ്പിനെ പറ്റി നിങ്ങൾക്ക് യാതൊന്നും അറിയില്ലെങ്കിൽ ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ കയറി നോക്കിയാലും മതി. ആ വീഡിയോ ഒന്ന് കണ്ട ശേഷം നിങ്ങൾ ആപ്പ് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ. നിങ്ങൾക്കൊരു ഓർഡറൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോ അങ്ങനെ ആണെങ്കിലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുക. അപ്പോൾ ഇൻട്രോ അധികം പറഞ്ഞാൽ ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോക്ക് കിടക്കുന്നതിന് മുൻപേ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്ത ശേഷം വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായവും സജഷനൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറെന്താ, നമ്മുടെ കമൻറ്റിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് സോൾഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് SMS ആയിട്ടും വാട്സപ്പിലേക്കും അതുപോലെ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്കെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ 50 കോയിൻസ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്കിത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുക. ശേഷം പ്രൊഫൈൽ കാണാം, ഫസ്റ്റത്തെ ഓർഡർ സെല്ലായി കഴിഞ്ഞതാണെങ്കിൽ ആദ്യമായിട്ട് കാണാം സോൾഡ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കാണാം, അവിടെ കൺഫേം പിക്കപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഡ്രസ്സൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ കാണാം ആഡ് ന്യൂ അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പിക്കപ്പ് ചെയ്യാനുള്ള കറക്റ്റ് ലൊക്കേഷൻ അഡ്രസ്സ് നിങ്ങളവിടെ ആഡ് ചെയ്യുക. അഡ്രസ്സ് മാത്രമല്ല നിങ്ങളുടെ ഫോൺ നമ്പറും അതുപോലെ മെയിൽ ഐ ഡിയും നിങ്ങളുടെ പേരും എല്ലാം നിങ്ങളവിടെ കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപ റിസീവ് ആവും, അതുപോലെ ബയ്യർ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റിൻ്റെ മേലെ സോൾഡ് സെക്ഷൻ എടുത്തുകൊണ്ട് ആ പ്രോഡക്റ്റിൻ്റെ മേലെ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും. അവിടെയാണ് നിങ്ങളുടെ ഓർഡർ ഐ ഡിയും നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ ട്രാക്കിംഗ് ഐ ഡിയൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഫ്രീ ആപ്പിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ ചാർജും അതുപോലെ പിക്കപ്പ് ഡെലിവറി ചാർജ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞാണ്ട് ചാർജുകൾ അവർ ഈടാക്കുന്നുണ്ട്. ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര രൂപക്കാണോ സാധനം വിൽക്കുന്നത് ആ സെയിം എമൗണ്ടിന് ഡെലിവറി ആയ ശേഷം നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ ചാർജും പിക്കപ്പ് ചാർജൊക്കെ അവർ ഇതിന്ന് എടുത്തതിന് ശേഷം ബാക്കി എമൗണ്ട് ആയിരിക്കും നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് കാണാം ക്യാൻസൽ ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് അത്ര വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ കാണാം ക്യാൻസൽ ഓർഡർ എന്നൊരു ഓപ്ഷൻ കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓർഡർ, അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ മിസ്റ്റേക്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ ആഗ്രഹം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്യാൻസൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ അത് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണിക്കും. പരമാവധി നിങ്ങൾ കിട്ടുന്ന ഓർഡർ ഒന്നും നിങ്ങൾ ക്യാൻസൽ ചെയ്യാതെ കൺഫേം ചെയ്ത് നിങ്ങൾ ഡെലിവറി ചെയ്യാൻ നോക്കും. അടിയിൽ നിങ്ങൾക്ക് പിക്കപ്പ് ഡേറ്റ് നിങ്ങൾക്ക് 1-2 ദിവസം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് അടിയിൽ കാണാൻ ഡേറ്റ്. ആ ഡേറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 1-2 ദിവസം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കൂടുതൽ ഡിലേ ആക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പിക്കപ്പ് റിക്വസ്റ്റ് ക്യാൻസൽ ആയതുകൊണ്ട് പിന്നെ രണ്ടാമത് നിങ്ങൾ വേറെ ട്രാക്കിംഗ് ഐ ഡി നിങ്ങൾ പിന്നെ രണ്ടാമത് കൊടുക്കേണ്ടി വരും. ഇനി അടുത്താണ് നിങ്ങളുടെ ഇലക്ട്രോണിക്. ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക് സാധനമൊക്കെയാണെങ്കിൽ സെക്യൂറായിട്ട് പാക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക് സാധനമൊക്കെ ഇവിടെ ജസ്റ്റ് ടിക്ക് കൊടുക്കുക. അപ്പോൾ പിന്നെ ഉള്ളത് സ്കാൻ ഷിപ്പിംഗ് ലേബൽ പറഞ്ഞ ഓപ്ഷനാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് സെല്ലാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്കാൻ ഷിപ്പിംഗ് ലേബൽ ഈ ഓപ്ഷൻ ചിലപ്പം കാണിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ആപ്പ് തന്നെ നമുക്ക് ഒരു ഷിപ്പിംഗ് ലേബലിൻ്റെ ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് നമ്മൾ ഒരുപാട് ഷിപ്പിംഗ് ലേബൽ വെച്ച് ബൾക്കായിട്ട് നമ്മൾ ഇതുപോലെ ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പിക്സൽ ലാബ് പറഞ്ഞ ആപ്പിൽ ഞാൻ ഇതിന് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച്
ചെറുതായിട്ട് എന്താ പറയുക എഡിറ്റ് ചെയ്താണ്ട് വെച്ച്. അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസായി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത് കുറച്ച് ഷിപ്പിംഗ് ലാബിലുണ്ട്. ഞാനിപ്പോൾ ഓർഡർ വരുമ്പോൾ നേരെ ഇതിട്ട് സ്കാൻ ചെയ്യും, അങ്ങനെ ബയർ നെയിമും ബയർ അഡ്രസ്സും മാനുവലായിട്ട് എഴുതും അങ്ങനെയുള്ള. അപ്പോൾ ലൈവായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഷിപ്പിംഗ് ലാബിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്കാൻ ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ഇത് സ്കാൻ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഓണാക്കി കൊടുത്താൽ മതി. ഈ ട്രാക്കിംഗ് ID ഡസ് നോട്ട് എക്സിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അതിന് സ്കാൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ട്രാക്കിംഗ് ID ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെ കൺഫേം കൊടുക്കുക. പിന്നെ പ്രിൻ്റ് ഷിപ്പിംഗ് ലേബൽ എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്താൽ കൺഫേം കൊടുത്താൽ നമുക്ക് ഈ കൊടുത്ത നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ ആ ലിങ്ക് വേറെ ഏതെങ്കിലും ക്രോമിൽ നമ്മൾ പേസ്റ്റ് ചെയ്താണ്. അപ്പോൾ നമുക്ക് അത് ലിങ്ക് സെർച്ച് ചെയ്താൽ ഒരു ഇത് കിട്ടും, ഇതുപോലത്തെ ഒരു ബയർ നെയിമും ബയർ അഡ്രസ്സൊക്കെ എഴുതിയിട്ടുള്ള. അത് നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുക്കണം. അതാണ് പ്രിൻ്റ് ഷിപ്പിംഗ് ലേബൽ. അപ്പോൾ പിന്നെ നമുക്ക് 10 കോയിൻസ് കിട്ടും. പിന്നെ ഉള്ളതാണ് വയർ ഡീറ്റെയിൽസ് മാനുവലി. ഇതിൽ എഴുതിയത് കാണാം, നോട്ട് ആപ്ലിക്കബിൾ ഓൺ COD ഓർഡർ. അത് ക്യാഷ് ഓൺ ഡെലിവറി ഓർഡറിനൊന്നും ഇങ്ങനെ മാനുവലായിട്ട് എഴുതാൻ കഴിയില്ല. അതുപോലെ തന്നെ നല്ല ഹൈ വാല്യൂ ഉള്ള സാധനമൊക്കെ ആണെങ്കിൽ, നല്ല വിലൻ്റെ സാധനമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബയർ മാനുവലി അത് ഈ ഓപ്ഷൻ കാണിക്കില്ല. അപ്പോൾ പ്രീപെയ്ഡ് ഓർഡറിന് അത് മാത്രമാണ്, അല്ലെങ്കിൽ കോയിൻസിൽ സെൽ ചെയ്യുന്ന സാധനത്തിന് അത് മാത്രമാണ് ഈ റൈറ്റ് മാനുവലി പറഞ്ഞ ഓപ്ഷൻ കാണിക്കുക അധികം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ട്രാക്കിംഗ് ID ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൺഫേം കൊടുക്കട്ടെ. കൺഫേം കൊടുത്താൽ യുവർ പിക്കപ്പ് ഹാസ് ബീൻ ഷെഡ്യൂൾഡ്. കൊറിയർ ഏജൻറ്റ് വിൽ കോൾ ആൻഡ് അറൈവ് വിത്തിൻ 3 days ഫ്രം 28 June കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പിക്കപ്പ് ഫ്രം നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ മുന്നേ ഓർഡർ ചെയ്യുമ്പോൾ സാധനം കൊണ്ടുവന്ന ഇതുപോലത്തെ കവർ ഉണ്ടെങ്കിലല്ലോ, കവർ ഷിപ്പിംഗ് ലാബ് പഴയ ഷിപ്പിംഗ് ലാബിലൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയ ശേഷം ഇപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ആണെങ്കിൽ സെക്യൂർ ആയിട്ട് നിങ്ങൾ പാക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഇതൊക്കെ ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾക്ക് മാനുവലായിട്ട് റൈറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഷിപ്പിംഗ് ലാബിൽ നിങ്ങൾക്ക് കിട്ടും. ഷിപ്പിംഗ് ലാബിൽ ആ ആപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും. അത് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് പിക്സ് ലാബിൽ എഡിറ്റ് ചെയ്ത് ഇതേമാതിരി ഒരു A4 4 വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക. പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഇതിൽ നമ്മളെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ബയർ ഡീറ്റെയിൽസ് മാനുവലായിട്ട് നിങ്ങൾ പേപ്പറിൽ ഇങ്ങനെ ഇതേമാതിരി എഴുതി കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനത്തെ സെലോ ടാപ്പൊക്കെ വെച്ചാണ്ട് പാക്കിങ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ സാധനം പാക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു ഫോട്ടോ വീഡിയോ എന്തെങ്കിലും എടുക്കുക. സാധനം സെക്യൂർ ആണ്, നിങ്ങൾ അയക്കുമ്പോൾ ഡാമേജ് ഒന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ പാക്കിംഗ് വീഡിയോ എടുക്കാനും ശ്രമിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ബയർക്ക് റിസീവ് ആയ ശേഷം അവർ വല്ല സ്കാമർ എല്ലാം ആണെങ്കിൽ അവർ കംപ്ലൈൻറ്റ് ചെയ്താൽ നമുക്ക് അത് റീസോൾവ് ചെയ്യണമെങ്കിൽ 3 ഓപ്ഷൻ ഉണ്ടാവല്. നമുക്ക് പ്രൊഡക്റ്റ് അവരെ കയ്യിൽ വെച്ച് അവർക്ക് റീഫണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കൊടുത്ത് സാധനം തിരികെ വാങ്ങിയിട്ട് നമുക്ക് അവർക്ക് റീഫണ്ട് കൊടുക്കുക. 3ാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മളെ ഈ എടുത്ത് വെച്ച ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അവരെ നമ്മൾ അയക്കുമ്പോൾ ഡാമേജ് ഒന്നും ഇല്ല, അയച്ചത് നല്ല സാധനമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ നമുക്ക് ഉപകാരപ്പെടും. അങ്ങനെ എനിക്ക് ഒരു അനുഭവമായിട്ട് അത് ഞാൻ പറയാൻ കാര്യം. ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പിനെ പറ്റി സംശയമൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്നില്ല, അടിയിലാണ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ അതിൽ ചോദിച്ചാലും മതി, അല്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ചോദിച്ചാലും മതി. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായും റിപ്ലൈ തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെന്താ, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.